കർണാടക മടിവാളയിൽ മലയാളി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ഹൈനസിനെ പിടികൂടിയത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ്. പ്രതിയുമായി കർണാടക പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചു. കാളിദാസൻ ദേവദത്തം ചേരുന്നു വയനാട് നിന്ന്. കാളി, ഈ ഹൈനസ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആരുടെയെങ്കിലും സംരക്ഷണം കിട്ടിയോ? എന്താണ് കിട്ടുന്ന വിവരം? നമുക്കറിയാം, മെയ് 12-നാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ബംഗളൂരുവിൽ യുവതി രംഗത്ത് വന്നത്. ആ പരാതിക്കാരിയുടെ നടപടി, അല്ലെങ്കിൽ അതൊരു പരാതിയായി സ്വീകരിച്ചില്ല എന്നുള്ള തരത്തിൽ പിന്നീട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. വലിയ രീതിയിലുള്ള പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും തന്നെ ഉയർന്നു. മടിവാള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വലിയ നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് 15-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. പ്രതി മാപ്പിരക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ കുറേ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. 15-ാം തീയതി ഈ മടിവാള സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പരാതി എടുക്കുന്നില്ല എന്ന് കണ്ട് DCBയിലേക്ക് എത്തി. അത് പിന്നീട് അന്വേഷണത്തിലേക്ക് എത്തി. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ കർണാടക പോലീസ് ബത്തേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിർദ്ദേശത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ തുടരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വഷളായതിനു ശേഷം, അല്ലെങ്കിൽ ദൃശ്യങ്ങളും പരാതികളും ഒക്കെ പ്രതിക്കെതിരായി എന്നുള്ളത് തന്നെ കണ്ടതുകൊണ്ട് തന്നെ ഈ ഒന്നാം പ്രതി ഹൈനസ് ബത്തേരിയിലേക്ക് എത്തി എന്നുള്ള സൂചന നേരത്തെ തന്നെ കർണാടക പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിലൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പിന്നീട് നിർദ്ദേശമുണ്ടായതും കർണാടക പോലീസ് കേരളത്തിലേക്ക് എത്തിയതും സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിയതും. ബത്തേരി സ്വദേശിയാണ്. പറഞ്ഞു വരുമ്പോൾ ഈ ഒന്നാം പ്രതി ഹൈനസ് കണ്ണൂർ സ്വദേശിയാണ്. ബത്തേരിയിൽ ഏറെ കാലമായി കുടുംബമായിട്ട് താമസമാണെന്നുള്ളതൊക്കെയാണ് വിവരങ്ങൾ ലഭിച്ചത്. ഇവിടെ എത്തിയതിനു ശേഷം ആരെങ്കിലും സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒന്നാം പ്രതി ഹൈനസിനെ ഫോണിൽ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു കർണാടകയിൽ നിന്ന് വന്ന ബത്തേരിയിലെത്തിയ പോലീസ് സംഘം. അങ്ങനെ ഫോണിൽ തിരിച്ച് ബന്ധപ്പെട്ടതിനെ തുടർന്ന് ബത്തേരി ടൗണിൽ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ബത്തേരി ടൗണിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഒന്നാം പ്രതി ഹൈനസിനെ അറസ്റ്റ് ചെയ്തത്. ശേഷം അവിടെ നിന്നും ഉടനെ തന്നെ വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രതി കർണാടകയിലുണ്ട്. മുന്നോട്ടുള്ള നടപടികളാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.